ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും മുൻകൂർ ജാമ്യം. ബലാത്സംഗ കേസിൽ രണ്ടാം പരാതിക്കാരി കൊടുത്ത മൊഴിയിലും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. നേരിട്ട് തന്നെ പരാതിക്കാരിയെ അന്വേഷണ സംഘം കണ്ട് രേഖപ്പെടുത്തിയ മൊഴിയായിരുന്നു. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നിലപാടെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഈ നിമിഷത്തിൽ വരുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ട സമയത്ത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും രാഹുൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, ഉഭയസമ്മതപ്രകാരമാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദങ്ങൾ ഏത് തരത്തിലാണോ ആദ്യ പരാതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് നിയമവാദങ്ങൾ ഉന്നയിച്ചത് അതുപോലെ തന്നെയുള്ള വാദങ്ങൾ തന്നെയായിരുന്നു രാഹുൽ ഇത്തവണയും കോടതിയിൽ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം കൂടിയാണ് രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം സമർപ്പിച്ചത്. TG സജിത്ത് ചേരുന്നു. സജിത്ത്, പരാതിക്കാരിയുടെ മൊഴിയടക്കമുള്ള തെളിവുകൾ രാഹുലിന്റെ വാദത്തിനു ശേഷം കോടതിയിൽ സമർപ്പിച്ചു. വളരെ വലിയൊരു കുരുക്കിലേക്ക് രാഹുൽ കടന്നേക്കും. മുൻകൂർ ജാമ്യ ഹർജി തള്ളാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെ എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏത് തരത്തിലാണ് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് രാഹുൽ? അപർണ സൂചിപ്പിച്ചതുപോലെ രാഹുലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കോടതി തീരുമാനമുണ്ടാവുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിച്ചു, അത് അംഗീകരിച്ചു. കർശന ഉപാധികൾ, അതായത് അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണം എന്ന നിബന്ധനയാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റു കൂടുതൽ നിബന്ധനയുടെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. പക്ഷേ രാഹുലിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രോസിക്യൂഷന്റെ നീക്കം. പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവയ്ക്കുക, അതിക്രമിച്ചു കയറുക എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായത്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ കൃത്യമായ സമയത്ത് കോടതിയിൽ ഹാജരാവുക അടക്കമുള്ള വ്യവസ്ഥകൾ കൂടി കോടതി ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഒളിവിൽ ഉള്ള രാഹുലാണ് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. രാഹുലിന്റെ ഈ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസം നൽകുന്നതാണ്. ആദ്യ കേസിൽ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ, ഹൈക്കോടതിയിൽ അന്തിമ തീർപ്പായിട്ടില്ലെങ്കിൽ കൂടിയും നിലവിൽ ജാമ്യത്തിന്റെ പരിഗണനയിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. ഇത് രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴി, ഒപ്പം തന്നെ പെൺകുട്ടി നൽകിയ ചില തെളിവുകളടക്കം ഇന്ന് കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. പുതിയ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ നീക്കം. എന്തായാലും ഇത് രാഹുലിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. സജിത്ത്, ഏതായാലും നാളെ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അത് അറസ്റ്റിലേക്ക് നീങ്ങുക, പോലീസ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുക, ഇത്തരം ചില ഒരുപക്ഷെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മൊഴി കൂടിയാണ് പരാതിക്കാരി നൽകിയതെന്നുള്ള സൂചനകളെല്ലാം പുറത്തു വന്നതാണ്. അതിൽ കൃത്യമായ ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്, ആ രീതിയിലുള്ള ബലപ്രയോഗമാണ് നടന്നിരിക്കുന്നത് എന്ന് ഉള്ള മൊഴികൾ കൊടുക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഇത്തവണ മുൻകൂർ ജാമ്യം ഹർജി തള്ളുമെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി, അതിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു പ്രോസിക്യൂഷൻ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഇതിന് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. കാരണം നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതല്ലെങ്കിൽ അറസ്റ്റിലേക്ക് ഏത് തരത്തിലാണ് പോലീസിന്റെ നീക്കം എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സജിത്ത്, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഈ തരത്തിലുള്ള കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നോട്ട് വെക്കുമ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കും കോടതി എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരുന്നില്ലേ? വലിയ ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യ കേസിനെ അപേക്ഷിച്ച് ഈ കേസിന് അല്പം കൂടി ശക്തമായ ചില എവിഡൻസുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു പ്രധാനമായും
പ്രോസിക്യൂഷന്റെ ആത്മവിശ്വാസം. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് കർശനമായ നിബന്ധനകൾ, അന്വേഷണവുമായി പൂർണ്ണ സഹകരിക്കണമെന്ന നിബന്ധനകൾ അടക്കം കോടതി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ ഒളിവിലുള്ള രാഹുലിന് ഈ കോടതി നിർദ്ദേശപ്രകാരം ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം കൂടിയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും എന്നതുകൂടിയാണ് ഈ കോടതി വിധി ശരിവെക്കുന്ന ഒരു കാര്യം കൂടി. അപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൂടിയും ജാമ്യാപേക്ഷ അംഗീകരിക്കപ്പെടുന്നു എങ്കിൽ കൂടിയും ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുലിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ മുന്നോട്ട് പോയത്. കാരണം രണ്ടാമത്തെ ഈ കേസിൽ യുവതിയുടെ മൊഴി, 23 വയസ്സുകാരി, കേരളത്തിന് പുറത്തുള്ള യുവതി, അവരുടെ മൊഴിയിൽ ഗുരുതരമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉന്നയിച്ചിരുന്നത്. തന്നെ ബലാത്സംഗം ചെയ്തു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം ചെയ്തുള്ള ബലാത്സംഗമാണ്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ, മൊഴിക്ക് പുറമെയുള്ള ചില തെളിവുകളൊക്കെ അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായും പ്രോസിക്യൂഷന്റെ ആ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചില്ല എന്നത് വേണം ഈ ജാമ്യാപേക്ഷ അനുവദിച്ചതിലൂടെയുള്ള കോടതിയുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കേണ്ടി വരും, ചോദ്യം ചെയ്യലിന് വിധേയനാവേണ്ടി വരും. ഇതാണ് അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങളിൽ പ്രസക്തമാകുന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളിൽ രാഹുലിനെ ചോദ്യം ചെയ്തടക്കമുള്ള, മൊഴിയെടുപ്പ് അടക്കമുള്ള തുടർ നീക്കങ്ങൾ എന്തായാലും ഉണ്ടാവും. അതായത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം തന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുന്ന സാഹചര്യം ഉണ്ടായേക്കും. സജിത്ത്, അത് തന്നെ, അത് ആരെയാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കുക തെരഞ്ഞെടുപ്പ്, ഈ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ എന്നുള്ള ഒരു ചോദ്യം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എഴുതി തള്ളിയതാണ്. എന്തുകൊണ്ട് പിണറായിയുടെ പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇപ്പോൾ രാഹുൽ പുറത്തിറങ്ങുമ്പോൾ അതേത് തരത്തിലായിരിക്കും കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണം ഉണ്ടാകുക? തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിന്റെ ഈ അവസാന മണിക്കൂറുകളിലേക്ക് രാഹുൽ എത്തുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും? ഇതൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ആശയക്കുഴപ്പം, പ്രതികരണത്തിൽ ആശയക്കുഴപ്പം നേതാക്കന്മാരിൽ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി ആണോ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ കടക്കുക? അപർണ, ഈ സംസ്ഥാനം കടന്നുപോകുന്ന പശ്ചാത്തലം, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾക്കും അത്തരം നീക്കങ്ങൾക്കുമൊക്കെ സാധ്യതയും സാഹചര്യവും സാവകാശവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസും UDF നേതാക്കളും വളരെ കരുതലാവും പ്രതികരിക്കുക. അതായത് ഇപ്പോൾ ജാമ്യാപേക്ഷ അനുവദിച്ചെങ്കിലും ഒരു തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമോ അനുകൂല പ്രസ്താവനകൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള സാധ്യതയില്ലാത്ത നിലപാടായിരിക്കും സ്വീകരിക്കുക. കാരണം രാഹുലിനെ തങ്ങൾ തള്ളിക്കഴിഞ്ഞതാണ്. രാഹുൽ പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താവേണ്ടതാണ്, ആക്കിയതാണ്. MLA സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന നിലപാട് നേതാക്കൾ എടുത്തതാണ്. അതുകൊണ്ട് രാഹുലിന് അനുകൂലമോ പ്രതികൂലമായി വരുന്ന ഒരു കോടതി നീക്കത്തോടും ഒരു തരത്തിലുള്ള പ്രതികരണവും പാടില്ല എന്ന നിർദ്ദേശം നേതാക്കൾക്കിടയിൽ പൊതുവിലുണ്ട്. പക്ഷേ ചോദ്യം സ്വാഭാവികമായി ഉയരുമ്പോൾ ഏതെങ്കിലും നേതാക്കൾ അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ നടത്തുമോ എന്നതും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പാണ് വടക്കൻ കേരളത്തിൽ രണ്ടാം ഘട്ടത്തിൽ. സ്വാഭാവികമായും ഈ വാർത്ത ചർച്ചയാവാതിരിക്കാനുള്ള ജാഗ്രതയായിരിക്കും കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും പൊതുവിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. അതുകൊണ്ട് ആ ജാഗ്രത എടുത്തു തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ പ്രോസിക്യൂഷന് മുന്നിൽ ഒരു സാധ്യതയുണ്ട്. അതായത് ജാമ്യം നൽകരുത് എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് രാഹുലിന് വരേണ്ടി വരും. അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന കാഴ്ചകളും രാഷ്ട്രീയ നീക്കങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ദിവസം പ്രസക്തി ഏറെയാണ് താനും. സ്വാഭാവികമായും ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടി വരും. അത് കോടതിയുടെ കർശനമായ നിബന്ധന നിർദ്ദേശം അങ്ങനെ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്നും നാളെയുമായുള്ള ആ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുലിന് ഹാജരാവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ചോദ്യം ചെയ്യലുണ്ടാവും, തുടർ നീക്കങ്ങൾ ഉണ്ടാവും. അത് അന്വേഷണ സംഘത്തിന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അറസ്റ്റിന് മാത്രമായിരിക്കും തടസ്സമുണ്ടാവുക. അപ്പോൾ നമുക്ക് നാളെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായും തള്ളിക്കളയാനാവില്ല. അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് UDFിന് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നത് കണ്ടറിയേണ്ടി വരും. എന്തായാലും ഈ വിഷയത്തിൽ ജാഗ്രതയോടെ
തീർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അതായത് സജിത്ത് ഈ പറഞ്ഞു വരുന്ന പോലെ അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, രാഹുൽ ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതാരാണ് ഒളിവിലിരിക്കാൻ സഹായിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും, ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒപ്പം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പരസ്പരം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാനാകും ശ്രമിക്കുക. ആരാണ് കൂടെ ഉണ്ടാകുക? കൂടെ ഉണ്ടാകുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം ഒരുപക്ഷെ സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടും. ഈ വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുമ്പോൾ രാഹുൽ MLA ആയിട്ടുള്ള പാലക്കാട് ജില്ലയിലടക്കം വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ പുറത്തേക്ക് വരുന്നത്, ഒളിവ് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും വേണ്ട എന്നതടക്കമുള്ള ഒരു നിർദ്ദേശങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ജാഗ്രത ആ തരത്തിലാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, നേതാക്കൾ ചിലപ്പോൾ ഒറ്റതിരിഞ്ഞുള്ള പ്രസ്താവനകൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. മറ്റൊരു കാര്യം കൂടി, നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് രാഹുലിന്റെ വോട്ട് പാലക്കാട് തന്നെയാണ്. സ്വാഭാവികമായും അറസ്റ്റിലല്ലാത്ത ഒളിവ് ജീവിതം അവസാനിപ്പിച്ച രാഹുലിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും അവസരവുമുണ്ട്. അങ്ങനെ ഒരു കാഴ്ച കൂടി ഉണ്ടാകുമോ എന്ന പ്രസക്തമായ ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നാളത്തെ ഒരു പകൽ ഒരു പക്ഷേ രാഹുലിന്റെ ആദ്യം ചെയ്യേണ്ടി വരിക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക എന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീണ്ടുപോകും. സ്വാഭാവികമാണ്, രാഹുലിന് പുറത്തു വരുമ്പോൾ ചോദ്യമുണ്ടാവും. ആരാണ് സംരക്ഷിച്ചതെന്ന ചോദ്യം. അവിടെ കോൺഗ്രസ് നേതാക്കളാണെന്ന രാഷ്ട്രീയ ആക്ഷേപം നിലവിൽ CPM അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയോ താൻ രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് രാഷ്ട്രീയപരമായി ഉയരുന്ന ആക്ഷേപം. അതിന് നേതാക്കൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരുപക്ഷെ രാഹുലിനോട് ആ ചോദ്യമുണ്ടാവും. അതിന് രാഹുലിന് മറുപടി പറയേണ്ടി വരും സ്വാഭാവികമായും മാധ്യമ ചോദ്യങ്ങളോട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ കോടതി തീരുമാനത്തിന്റെ അവസാനം. അതിന്റെ ക്ലൈമാക്സ് അത് തന്നെയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ജാമ്യം കിട്ടിയിരിക്കുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ രാഹുലിന് ഒളിവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും, പുറത്തേക്ക് വരേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസം ആ ചോദ്യം ചെയ്യലും തുടർ നീക്കങ്ങളും തീർച്ചയായിട്ടും സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചോളം പരിപൂർണമായിട്ട് തള്ളിക്കളയുമ്പോഴും കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ച MLA ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഡാമേജ് അത് ഒഴിവായി കിട്ടുന്നുണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിക്കാരി നേരിട്ട് പരാതി കൊടുക്കുമോ, അതിന് തയ്യാറാകുമോ എന്ന എല്ലാ ചോദ്യങ്ങൾക്കെല്ലാം മറികടന്ന് ഈ പരാതിക്കാരി വരിക, മൊഴി നൽകുക, കേരളത്തിലെത്തുക, വൈദ്യപരിശോധന നടത്തുക, ഇതിനെല്ലാം കഴിഞ്ഞ് ഹോം സ്റ്റേയിലടക്കം പോയി കൃത്യമായ തെളിവുകളുമായിട്ടാണ് പോലീസ് കോടതിയിലെത്തുക എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ആ തരത്തിലുള്ള തെളിവുകൾ വരെ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായോ? അങ്ങനെയാണെങ്കിൽ ഈ തെളിവുകളും പര്യാപ്തമല്ലാതെ വന്നു എന്നുള്ളൊരു കാര്യം വരുമോ? അത് ഏത് തരത്തിലായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാടും ഒരുപക്ഷെ മറുഭാഗത്തുനിന്ന് വിമർശന വിധേയമാക്കപ്പെടുക എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അവരുടെ രാഹുലിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ആരോപണമാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഇതിൽ 23 വയസ്സുകാരിയായ പെൺകുട്ടി, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ അടക്കം കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷവും വീണ്ടും പലവട്ടം തന്നെ സമീപിച്ചു, തനിക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി, മാനസികമായും ശാരീരികമായും വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് പെൺകുട്ടിയുടെ പരാതി. ഇത് മൊഴിയായും ചില തെളിവുകളായും കോടതിയുടെ പരിഗണനയിലുണ്ട്. ചില കാര്യങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ AG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രാഥമികഘട്ട തെളിവ് ശേഖരണം പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് പ്രോസിക്യൂഷൻ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഹാജരാവേണ്ടി വരുമ്പോൾ ഈ കേസിന്റെ അന്വേഷണവും തുടർ നീക്കങ്ങളും സ്വാഭാവികമായും ഉണ്ടാവും. അതൊരു പക്ഷേ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായും മാറുകയും ചെയ്യും. രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരുമ്പോൾ അപർണ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആദ്യ പരാതി നിലനിൽക്കുകയാണ്. ആദ്യ പരാതിയുടെ അന്വേഷണത്തിന് കൂടി രാഹുലിന് വിധേയനാവേണ്ടി വരും. ആദ്യ പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചു. രാഹുൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ അതിൽ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ കൂടിയും നോട്ട് ടു അറസ്റ്റ് എന്ന പരിഗണനയിൽ നിലവിൽ നിൽക്കുകയാണ്. അന്തിമ തീർപ്പിന് കൽപ്പിക്കാൻ ഇനിയും ഇരിക്കുകയാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അപ്പോൾ രാഹുൽ പുറത്തു വന്നാൽ ആദ്യ കേസിലും അന്വേഷണം നേരിടേണ്ടി വരും. അന്വേഷണ സംഘത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് സാധ്യതയുണ്ടോ, അതല്ലെങ്കിൽ തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്ന രാഹുലിന് 2 കേസുകൾ നേരിടേണ്ടി വരും. 2 വിഷയത്തിലും അന്വേഷണം നേരിടേണ്ടി വരും. 2ലും അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ടി വരുമെന്ന കാര്യം കൂടിയുണ്ട്. നിലവിൽ ഒളിവിൽ കഴിയുന്ന രാഹുലിന് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളി അതാണ്. ഒരു വശത്ത് ഈ നിയമവിഷയങ്ങൾ, മറുവശത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. സംസ്ഥാനം നാളെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ
കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുന്നു എന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ നാളത്തെ പകൽ ദിനം ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായും രാഷ്ട്രീയ നഷ്ടവും ക്ഷീണവും കോൺഗ്രസിനും UDF-നും ഉണ്ടാകും. അതിന്റെ പരിക്ക് പരമാവധി കുറയ്ക്കാനുള്ള ജാഗ്രത കാട്ടലായിരിക്കും നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുക. സജിത്ത്, അതോടൊപ്പം തന്നെ രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണിക്കൂറിൽ രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിലും കർണാടകത്തിലുമൊക്കെ അരിച്ച് പെറുക്കിയിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിയാതിരുന്ന രാഹുൽ ഒളിവിൽ പോകാൻ സഹായിച്ച 4ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എവിടെയായിരുന്നു രാഹുൽ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി രാഹുൽ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകും. അതൊരു പക്ഷേ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്യും. അങ്ങനെയും കണക്കാക്കേണ്ട ഇനിയുള്ള മണിക്കൂറുകൾ. തീർച്ചയായും അതൊരു ആക്ഷേപമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യത്തെ കേസിൽ നിയമസഹായം നൽകിയതിൽ സംസ്ഥാനത്തെ ചില കോൺഗ്രസ് നേതാക്കളുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസിലെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള സഹായം ഇക്കാര്യത്തിൽ കിട്ടി, അഭിഭാഷകനെ നിയോഗിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കിട്ടിയെന്ന ആക്ഷേപം കൂടി തുടക്കം മുതൽ ഉയർന്നതാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് സഹായം ചെയ്തത് ആരൊക്കെയാണ്, കോൺഗ്രസിനുള്ളിലുള്ളത് ആരൊക്കെയാണ്, അത് കോൺഗ്രസ് നേതാക്കളാണെന്ന് തന്നെ തെളിഞ്ഞാൽ കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരുമെന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് എവിടെയാണ്? കേരളത്തിനകത്ത് തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ അതിൽ പാർട്ടിയുടെ സഹായം ഉണ്ടായോ? അവിടെ പോലീസിന് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം കൂടി വരും. അതല്ല, കേരളത്തിന് പുറത്താണ്, കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ആരാണ്, എങ്ങനെയാണ് സഹായം കിട്ടിയത് എന്ന ചോദ്യം കൂടി സ്വാഭാവികമായും ഉയർന്നു വരും. ആ ചോദ്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും രാഹുൽ. ഒരു പക്ഷേ ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ചോദ്യങ്ങളോട് മറുപടി പറയേണ്ടി വരും. മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് രാഹുലിന്റെ നിലപാടും ശ്രദ്ധേയമാവും. എന്തായാലും നാളത്തെ ഒരു പകൽ ദിനം രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയാൽ ഉയരുന്ന ചോദ്യവും രാഷ്ട്രീയ പ്രതിസന്ധിയും തീർച്ചയായും ഉയരും. രാഹുൽ ഒരുപക്ഷെ ഒളിവിൽ കഴിയുന്നിടത്തു നിന്നും അറസ്റ്റ് നേരിടേണ്ടി വരുന്നതിന് സമാനമായ സാഹചര്യം തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമ്പോഴും ഉണ്ടാവാൻ സാധ്യത. തീർച്ചയായിട്ടും സജിത്ത് വിവരങ്ങൾ നൽകിയത്. ഉറ്റുനോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോൾ എവിടെയായിരുന്നു ഇത്ര ദിവസം, എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉയരുന്ന കാര്യമാണ്. രാഹുലിനെ പരിപൂർണമായിട്ട് കോൺഗ്രസ് പാർട്ടി തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം. ഷാഫി പറമ്പിലടക്കമുള്ളവരും പരസ്യ പ്രസ്താവന കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സമയത്ത് രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമോ, അത് മറ്റൊരു ബോംബായി മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്തും രാഹുൽ ഈശ്വർ പോലീസ് കസ്റ്റഡിയിൽ വിടാനാണ് കോടതി തീരുമാനിക്കുന്നത്.